ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. അരനൂറ്റാണ്ട് കാലമായി തലശ്ശേരിയിലെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന തലശ്ശേരി നഗരസഭ വൈസ് ചെയർമാൻ വാഴയിൽ ശശി വിടവാങ്ങി. 65 വയസ്സായിരുന്നു. തിങ്കളാഴ്ച പുലർച്ചെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. രോഗബാധിതനായതിനെ തുടർന്ന് 1 മാസം മുൻപ് തലശ്ശേരി സഹകരണ ആശുപത്രിയിലും കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലിലും പിന്നീട് കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിലും ചികിത്സയിലായിരുന്നു. ബീഡി തൊഴിലാളിയായി ജീവിതം ആരംഭിച്ച് ബാലസംഘത്തിൽ കൂടി സംഘടനാ രംഗത്തേക്ക് കടന്നുവന്ന് ഡിവൈഎഫ്ഐയുടെ തിരുവങ്ങാട് വില്ലേജ് സെക്രട്ടറിയായും തലശ്ശേരി ബ്ലോക്ക് ഭാരവാഹിയായും പ്രവർത്തിച്ചു. 1977 പാർട്ടി അംഗമായി. CPIM തിരുവങ്ങാട് ലോക്കൽ സെക്രട്ടറിയായി ദീർഘകാലം പ്രവർത്തിച്ചു. ഈ കാലയളവിലാണ് കിഡ്നി മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടന്നത്. തലശ്ശേരിയിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ വളർച്ചയിലും മുഖ്യ പങ്ക് വഹിച്ചു. തലശ്ശേരി റൂറൽ ബാങ്ക് വൈസ് പ്രസിഡന്റ്, പഴം പച്ചക്കറി സൊസൈറ്റിയുടെ പ്രസിഡന്റ്, കോഓപ്പറേറ്റീവ് പ്രസിന്റെ പ്രസിഡന്റ് എന്നീ മേഖലകളിൽ പ്രവർത്തിച്ചു. തലശ്ശേരി ജനറൽ ആശുപത്രി വികസന സമിതി അംഗവും ആയിരുന്നു. CPM തലശ്ശേരി ഏരിയ കമ്മിറ്റി അംഗവും CITU ഏരിയ സെക്രട്ടറിയും ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ പ്രസിഡന്റായും പ്രവർത്തിച്ചു വരുന്നതിനിടയിലാണ് വാഴയിൽ ശശി വിടവാങ്ങിയത്. തലശ്ശേരി നഗരസഭയുടെ സമഗ്രമായ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. സംഘടനാ രംഗത്തും ഭരണരംഗത്തും ഏറ്റെടുത്ത ചുമതലകൾ കൃത്യമായി പ്രാവർത്തികമാക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. പൊതുപ്രവർത്തനത്തിനിടയിൽ വിവിധ ഘട്ടങ്ങളിൽ ജയിൽവാസവും അനുഭവിച്ചിട്ടുണ്ട്. വാഴയിൽ ശശി തലശ്ശേരിയിലെ CPIMന്റെ ഏറ്റവും മികച്ച സംഘാടകനും നേതാവുമാണ്. അദ്ദേഹം മികച്ച സംഘാടകനാണ്, മികച്ച സഹകാരിയാണ്, ഒപ്പം നല്ല സഹൃദയനുമാണ്. തലശ്ശേരിയിൽ അദ്ദേഹം ആരംഭിച്ച പഴം പച്ചക്കറി സൊസൈറ്റി, അത് അദ്ദേഹത്തിൻ്റെ കാർമ്മികത്വം ആരംഭിച്ച അദ്ദേഹമാണ് അതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ്. അതിന്ന് തലയെടുപ്പോടെ നിൽക്കുന്നു. അതോടെ തന്നെ അദ്ദേഹം സഹകരണ മേഖലയിൽ നിരവധി സ്ഥാപനങ്ങൾ നല്ല രീതിയിൽ കെട്ടിപ്പടുക്കുന്നതിൽ നല്ല പങ്കുവഹിച്ച ആളാണ്. ഇപ്പോൾ സമീപകാലത്താണ് പാർലമെൻറ്റ് രംഗത്തേക്ക് വന്ന് തലശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ വൈസ് ചെയർമാനായി നല്ല രീതിയിൽ ശോഭിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ദീർഘകാലത്തിന് ശേഷമാണ് തലശ്ശേരിയിൽ കാർണിവൽ സംഘടിപ്പിച്ചത്. ആ കാർണിവലിൻ്റെ വിജയത്തിന് വേണ്ടി അദ്ദേഹം അഹോരാത്രം പ്രവർത്തിച്ചു. ഒരുപക്ഷെ തലശ്ശേരിയിലെയും കണ്ണൂരിലെയും ജനങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത അനുഭവമായിരുന്നു കാർണിവൽ. അത് സമ്മാനിച്ചതിൽ അദ്ദേഹത്തിൻ്റെ സംഘാടന മികവാണ് തെളിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹം രോഗബാധിതനായിരുന്നു. കാർണിവൽ സംഘടിപ്പിക്കുമ്പോൾ തൻ്റെ രോഗമൊന്നും ഇതിനെ ബാധിക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കി ആ രോഗത്തെ പോലും കൂസാതെ അദ്ദേഹം മുഴുവൻ സമയം ഈ കാർണിവലിൻ്റെ പ്രവർത്തനത്തിലൂടെ നീങ്ങി എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ നഷ്ടം തലശ്ശേരിക്ക് കനത്ത നഷ്ടമാണ്. തലശ്ശേരി മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാൻ നിലനിൽ ശോഭിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ അസുഖം മൂർച്ഛിച്ചത്. തലശ്ശേരിയിലെ CPIMന് ഇടതുപക്ഷ രാഷ്ട്രീയത്തിനൊപ്പം തലശ്ശേരി മുനിസിപ്പാലിറ്റിക്കും ഒരു മികച്ച ഭരണാധികാരി നഷ്ടപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ഞാൻ അനുശോചനവും ദുഃഖവും രേഖപ്പെടുത്തുന്നു. ശശി പാവങ്ങളുടെ ഒരു നേതാവാണ്. വീട് തൊഴിലാളിയായി മുനിസിപ്പൽ വർക്കേഴ്സ് വിഭാഗത്തിൽപ്പെട്ടവരെ സംഘടിപ്പിച്ചു, പീഡിക തൊഴിലാളികളെ സംഘടിപ്പിച്ചു. അങ്ങനെ ട്രേഡ് യൂണിയൻ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുകയും ജില്ലയിലെ ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് യൂണിയൻ്റെ ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരുന്ന ഒരു സഖാവാണ്. അദ്ദേഹം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായിരുന്നു. തലശ്ശേരി ഏരിയയിലെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുന്ന ഒരു സജീവ സാന്നിധ്യമായിരുന്നു. മാത്രമല്ല, പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോൾ ന്യായമായി ഒരു തീർപ്പുണ്ടാക്കാൻ കഴിയത്തക്ക നിലയിൽ സഖാവ് ശശിക്കുള്ള കഴിവ് ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. പാർട്ടി പ്രവർത്തകരാകെ ദുഃഖത്തിലാണ്. ശശിയുടെ വേർപാടിൽ ദുഃഖമനുഭവിക്കുന്നവരോടൊപ്പം CPIM ജില്ലാ കമ്മിറ്റിയിൽ പങ്കുചേരുന്നു. CPIM ജില്ലാ കമ്മിറ്റി അനുശോചനം രേഖപ്പെടുത്തുന്നു. തലശ്ശേരി സഹകരണ ആശുപത്രി ജീവനക്കാരി സുജയ ആണ് ഭാര്യ. സിജിൻ, സിൻസി എന്നിവർ മക്കളും ജിൻഷ, സിജിൻ, മിഥുൻ എന്നിവർ മരുമക്കളുമാണ്. പവിത്രൻ, രാജീവൻ, രമേശൻ എന്നിവർ സഹോദരങ്ങളാണ്. ഭൗതിക ശരീരം CPM തലശ്ശേരി ഏരിയ കമ്മിറ്റി ഓഫീസിലും നഗരസഭാ ഓഫീസിലും വീട്ടിലും പൊതുദർശനത്തിന് വെച്ചപ്പോൾ സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവരാണ് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയത്. പരേതനോടുള്ള ആദരസൂചകമായി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതൽ 4 വരെ തലശ്ശേരി ഹർത്താലിലായിരുന്നു. ഹോട്ടലുകളെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കി. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.